ചിറ്റപ്പൻ ഇതും കിട്ടെ. എനിക്ക് ചെരുപ്പിട്ട് ശീലയില്ല. ഇടാനല്ലേ പറഞ്ഞത്? ഇല്ലെന്നേ. ഇതങ്ങോട്ട് ഇട്ടേ ചിറ്റപ്പ. വേണ്ട, എനിക്ക് ഇട്ടാ ഏതാണ്ട് പോലെയാ. വേറെ ഒന്നിനുമല്ല, ചെല്ലുന്ന വീട്ടുകാര് വിചാരിക്കരുത് ചിറ്റപ്പൻ ഒരു ചെറ്റയാണെന്ന്. ചെരുപ്പൊക്കെ മനുഷ്യടാ എന്നാ തുടങ്ങിയത്? പാറ്റുണ്ടായ കാലം തൊട്ട്. മണ്ണി ചവിട്ടി നടക്കുന്ന സുഖം നിനക്കൊന്നും അറിയാല്ലോ. പിന്നെ കോഴിക്കാട്ടൻ ചവിട്ടുന്നല്ലേ സുഖം. പാട് തന്നെ. നടന്നു വാന്ന്. ഇതെന്താ ചിറ്റപ്പൻ നിക്കറെ തൂറിയ പിള്ളേരെ പോലെ? കൈ ഒന്ന് പിടിച്ചേ. ഓ നടക്കങ്ങ്. അയ്യോ, കഴിഞ്ഞ മാസം നിന്നെ കാണിച്ച പെണ്ണാ. ദേ കൊണ്ടുപോന്നു. ഈ പോകുന്നത് നോക്കാം ഇനി. ഈശ്വര, ഈ കല്യാണമെങ്കിലും നമുക്ക് തരണേ. ഈ വരുന്ന ഫെബ്രുവരി 26-ന് ഫാദർ ഇഗ്നേഷ്യസ് തൈപ്പറമ്പിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. പെണ്ണ് കാണലിലേക്ക് ആയിരിക്കുമല്ലേ? ആ പുലിക്കുന്നേലെ പെണ്ണെ ചെന്നൊന്ന് കാണണ്ട. അതിനവര് ക്രിസ്ത്യാനികളല്ലേടാ. അതൊന്നും സാരമില്ലെന്നേ, നീ ചെന്നൊന്ന് കണ്ടാ മതി. ഉടനെ അവളെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വെച്ചോളൂ. നിനക്ക് ഇത്രയും രാശിയായടാ. ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിലേക്ക്, അനന്തൻ പെണ്ണ് കാണൽ ചടങ്ങിലേക്ക്. വീട് കൊള്ളാം, പെണ്ണും കൂടി നന്നായാ മതി. ചെരുപ്പെന്തിയാ? ചെറുക്കം ചേട്ടാ, ഒരു മിനിറ്റ്. അകത്ത് വേറൊരു പയ്യൻ പെണ്ണിനെ കണ്ടോണ്ടിരിക്കുക. ഞാൻ തന്നെ കൊണ്ടുവന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യും. എന്ത് പണിയാണോ ജോണി ചെയ്തത്? അതൊരു 26 വയസ്സുള്ള പയ്യനാ. മുൻഗണന കൊടുക്കണ്ടേ അവന്? ദേവൊന്നല്ല. എങ്ങനെയുണ്ട്? നല്ല ലഡു കണക്കിനുള്ള മോളും അമ്മയും. എന്നാ ശരി, നിങ്ങൾ ശരി. നിങ്ങൾ പഠിക്കണ്ട, നമ്മുടെ സ്വന്തം വീടല്ലേ. വാ പോരി. അയ്യോ, അടുത്തത് അനന്തേട്ടനാണല്ലോ. നിനക്കറിയോ? പിന്നെ ഞാൻ ചെറുക്കൻ അല്ല, ചെറുക്കൻ എന്റെ പേരാ. ചെറുക്കപ്പൻ. സ്കൂളിലിട്ട പേര് സുശീലൻ നായർന്ന. ഇതാണ് ചെറുക്കൻ. പേരെങ്ങനെ? വിപിന. പഠിച്ചതൊക്കെ SB കോളേജില്. പണ്ടുള്ളവരെ പെണ്ണിന് കൊഞ്ഞുണ്ടോന്ന് അറിയാനാ ഇങ്ങനത്തെ ചോദ്യം പറഞ്ഞതൊക്കെ വെച്ചിരിക്കുന്നത്. അല്ല, ഇത് ബ്രോക്കറോട് ചോദിച്ചാ പോരെ? അതെ അതെ. അനന്തനെ അറിയാവുന്ന ഒരാളുണ്ടകത്ത്. എമിലി, മോളുടെ കൂട്ടുകാരിയാ. ചിറ്റപ്പ ഇപ്പൊ വരാ. താൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടായത് എന്റെ ഭാഗ്യായി. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. എങ്ങനെയെങ്കിലും ഒരു ജീവിതം ശരിയാക്കി തരണം കേട്ടോ. വേണമെങ്കിൽ എന്നെ കുറിച്ച് ഇത്തിരി പൊക്കിയൊക്കെ പറഞ്ഞു. അനന്തേട്ടന് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. പറഞ്ഞ വിപിൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ ഇവിടെ ഓക്കെയാ. അനന്തേട്ടൻ ധൈര്യം പൊക്കോ, ഇത് ഫിക്സ്. എന്റെ പൊന്നുപൊന്നച്ചാ, മധുരത്തിൽ നിന്നും തുടങ്ങാം. അങ്ങനെ ഡയറിയിൽ ഇന്നത്തെ ഡേറ്റിൽ അനന്തൻ എഴുതും, അറ്റ്ലാസ്റ്റ് എനിക്കും പെണ്ണ് കിട്ടി. ഇത്ര താമസിച്ചാലെന്താ? അതിപ്പോ നന്നായില്ലേ? കെട്ടാൻ പോണത് സുന്ദരിയും പൂത്ത കാശുകാരിയും അല്ലേ? അപ്പൊ എമിലിക്കും കിട്ടുമല്ലോ നല്ലൊരു തുക ബ്രോക്കർ ഫീസ് ആയിട്ട്. ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യണം. അതൊക്കെ പിന്നത്തെ കാര്യം. ഈ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ വലിച്ചു കയറണമെങ്കിലേ അങ്ങനെ ഒരു 3 അടിക്കണം. ഒരു പൊടിക്ക് അടങ്ങ് പോകും. ഞാൻ അടിച്ചടിച്ച പ്ലംബർ മണിയനെ പോലെ ആവല്ലേ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കാശ് വെച്ചോ അഡ്വാൻസ് ആയിട്ട്. എന്റെ വക ഒരു ഫ്രീ കല്യാണ സാരി ഉണ്ട്. വിപിനിക്ക് ചേരുന്ന ഒരു ഡിഫറെന്റ് ബ്ലൂ ടോൺ. ആയിക്കോട്ടെ. പറഞ്ഞിരുന്നില്ല വിപിനയുടെ കോള. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എന്താ പ്രശ്നമല്ല ഉണ്ടോ? എമിലി, വിപിനിയുടെ അച്ഛനാ. കല്യാണത്തിന് അവർക്ക് താല്പര്യമില്ല. സോറി. വിപിന, ഇത് ഞാനാ എമിലി. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാ, എടി ഇന്നലെ പെട്ടെന്ന് ഒരു അമേരിക്കക്കാരി ചെക്കന്റെ ആലോചന വന്നു. വീട്ടുകാരെല്ലാം കൂടി അതങ്ങ് ഉറപ്പിച്ചു. നിനക്കെന്താ ഒരു എത്തിക്സ് ഇല്ലാത്തത്?
അനന്തേട്ടനായിട്ട് എല്ലാം ഉറപ്പിച്ചതല്ലേ? AC കിടക്കുന്ന അമേരിക്കക്കാരൻ വന്ന് ചാടുമ്പോ നട്ട വെയിലത്ത് നിൽക്കുന്ന ട്രാഫിക് പോലീസിനെ നീ ആണെങ്കിൽ സ്വീകരിക്കോ? എന്റെ കാമുകനൊന്നും അല്ലല്ലോ അയാള്. എമിലി വിഷമിക്കൊന്നും വേണ്ട, എനിക്കിത് ആദ്യമായിട്ടൊന്നുമല്ലോ. ആ കള തൽക്കാലം ഫ്രണ്ട്സ് അറിയണ്ട, അവരെൻജോയ് ചെയ്യട്ടെ. ഓരോരോ കാര്യം കൊണ്ട് ഓരോന്നും മുടങ്ങുമ്പോഴും മനസ്സിനെ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, ഇതിനേക്കാൾ നല്ലത് ഇനിയും വരുന്നു. ശരിക്കും മടുത്ത എമിലി. അതുകൊണ്ടൊരു തീരുമാനമെടുത്തു, ഇനി വേഷം കെട്ടലിനില്ലാന്ന്. അനന്തേട്ടന് നല്ലൊരു പെണ്ണെ കിട്ടും, എനിക്കും വേണം നല്ലൊരു ചെറുക്കനെ. എന്നാ പിന്നെ ആ പെണ്ണും ചെറുക്കനും നമുക്കായാലെന്താ? ആരോരുമില്ലാത്തൊരു നസ്രാണി പെണ്ണ, അതൊരു സെയിൽസ് ഗേൾ. ഒന്നുകളയും ഞാൻ രണ്ടിന്. നിനക്ക് ഇഷ്ടമാണ് ഇതിനു വേണ്ടി ചിത്രപ്പൻ ചെരുപ്പല്ല ഷെട്ടി വരെ ഇട്ടിരുന്നു. ഏതായാലും നീ ഒരു പെണ്ണ് കെട്ടി കണ്ടാ മതി അമ്മയ്ക്ക്. അമ്മയ്ക്ക് അതൊക്കെ പറയാം, എനിക്കും എന്റെ ഭാര്യ വീട്ടുകാർക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എനിക്ക് സമ്മതമല്ല.